കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിയും പ്രായോഗിക പരിഹാരങ്ങളും. പ്രകൃതിഭംഗിയും 44 നദികളും മലനിരകളും കൊണ്ട് അനുഗ്രഹീതമാണ് കേരളം. എന്നാൽ ഇത്രയും വലിയ ജലസമ്പത്തുണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനം ഇന്ന് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിലവിൽ കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 65% മുതൽ 70% വരെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര പൂളിൽ നിന്നും വലിയ വിലയ്ക്കാണ് വാങ്ങുന്നത്. എന്തുകൊണ്ട് നമുക്ക് സ്വന്തം നിലയ്ക്ക് ഉൽപ്പാദനം കൂട്ടാൻ കഴിയുന്നില്ല? അതിനെ മറികടക്കാനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് പരിശോധിക്കാം. 1. നിലവിലെ ഉൽപ്പാദന രീതികളും പോരായ്മകളും. ജലവൈദ്യുതി ഹൈഡ്രോ പവർ. കേരളത്തിലെ പ്രധാന ആശ്രയം KSEBയുടെ വലിയ ഡാമുകളെ ആശ്രയിച്ചുള്ള ജലവൈദ്യുതിയാണ്. എന്നാൽ ഇത് പൂർണ്ണമായും കാലവർഷത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ മഴക്കാലം ഡാമുകൾ നിറയുകയും പരമാവധി ഉൽപ്പാദനം നടക്കുകയും ചെയ്യുന്നു. ജനുവരി മുതൽ മെയ് വേനൽക്കാലം ഡാമുകളിൽ വെള്ളം വറ്റുന്നു. ഈ വെള്ളം കുടിവെള്ളത്തിനും കൃഷിക്കും ഇറിഗേഷൻ കൂടി ഉപയോഗിക്കേണ്ടതിനാൽ 100% വൈദ്യുതിക്കായി മാത്രം ഉപയോഗിക്കാൻ കഴിയില്ല. താപവൈദ്യുതി തെർമൽ പവർ. കേരളത്തിൽ ബ്രഹ്മപുരം, നല്ലളം, കായംകുളം തുടങ്ങിയ താപനിലയങ്ങളുണ്ടെങ്കിലും അവ ഇപ്പോൾ ഭൂരിഭാഗവും ഷട്ട്ഡൗൺ ആണ്. പുറത്തുനിന്ന് കൽക്കരിയോ മറ്റ് ഇന്ധനങ്ങളോ എത്തിച്ച് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഭീമമായ ചിലവാണ്, ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുത്തിവെക്കുന്നത്. 2. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ കുറഞ്ഞ ചിലവിൽ സാധിക്കുന്നു? അയൽ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ അത്രയും നദികളോ ജലസമ്പത്തോ ഇല്ലെങ്കിലും അവർക്ക് വൻതോതിൽ കൽക്കരി ഖനികളുണ്ട്. കൽക്കരി പാടങ്ങൾക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഭീമാകാരമായ തെർമൽ പ്ലാന്റുകൾ വഴി 24 മണിക്കൂറും തുടർച്ചയായി വളരെ കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. കേരളത്തിന് ഭൂമിശാസ്ത്രപരമായി ഈ സൗകര്യമില്ല. 3. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഉൽപ്പാദനം കൂട്ടാൻ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ പുതിയ സാങ്കേതികവിദ്യ ന്യൂ ടെക്നോളജി കൊണ്ട് മറികടക്കുക എന്നതാണ് ഏകവഴി. ഇത് ഒരു തവണ വലിയ നിക്ഷേപം ആവശ്യപ്പെടുന്നതാണെങ്കിലും പിന്നീട് മെയിന്റനൻസ് ചെലവ് മാത്രമേ വരികയുള്ളൂ. പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പ്രൊജക്ടുകൾ. പംപ്ഡ് സ്റ്റോറേജ് സിസ്റ്റംസ്. ഇത് ജലവൈദ്യുതി രംഗത്തെ ഒരു വലിയ വിപ്ലവമാണ്. ഇതിൽ മുകളിലും താഴെയുമായി 2 ഡാമുകളുണ്ടാകും. പ്രവർത്തനം പകൽ സമയത്ത് സോളാർ വഴി ലഭിക്കുന്ന അധിക വൈദ്യുതി ഉപയോഗിച്ച് താഴത്തെ ഡാമിലെ വെള്ളം പമ്പ് ചെയ്ത് മുകളിലെ ഡാമിലെത്തിക്കുന്നു. രാത്രിയിലെ പീക്ക് സമയത്ത് വൈകുന്നേരം 6 മുതൽ 11 വരെ ഈ വെള്ളം താഴേക്ക് ഒഴുക്കിവിട്ട് ജനറേറ്ററുകൾ തിരിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. നേട്ടം: ഇതിൽ വെള്ളമൊട്ടും നഷ്ടപ്പെടുന്നില്ല. ഒരേ വെള്ളം തന്നെ വീണ്ടും വീണ്ടും പമ്പ് ചെയ്തുപയോഗിക്കാം. വേനൽക്കാലത്തും വൈദ്യുതി തടസ്സമില്ലാതെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. വൻകിട സോളാർ ആൻഡ് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ. നമ്മുടെ നിലവിലുള്ള ഡാമുകളുടെയും വലിയ ജലാശയങ്ങളുടെയും മുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിക്കുക. പകൽ സമയത്തെ വൈദ്യുതി ആവശ്യങ്ങൾ പൂർണ്ണമായും ഈ സോളാറിലേക്ക് മാറ്റിയാൽ പകൽ സമയത്ത് ഡാമുകളിലെ വെള്ളം തുറന്നുവിടാതെ സൂക്ഷിച്ചുവെക്കാൻ പറ്റും. ഈ വെള്ളം രാത്രികാലങ്ങളിൽ പമ്പ്ഡ് സ്റ്റോറേജ് വഴിയോ അല്ലാതെയോ വൈദ്യുതി ഉണ്ടാക്കാൻ മാറ്റിവെക്കാം. പഴയ പ്ലാന്റുകളുടെ നവീകരണം റീപവറിംഗ്. കേരളത്തിലെ പല പ്രമുഖ പവർ പ്ലാന്റുകളിലും, ഉദാഹരണത്തിന് പള്ളിവാസൽ, ശബരിഗിരി, ഇപ്പോഴും പ്രവർത്തിക്കുന്നത് 30 മുതൽ 40 വരെ വർഷം പഴക്കമുള്ള മെഷീനുകളാണ്. കാലപ്പഴക്കം കൊണ്ട് ഇവയുടെ എഫിഷ്യൻസി വളരെ കുറവാണ്. പുതിയ കാലത്തെ ആധുനിക സാങ്കേതികവിദ്യയിലുള്ള മോഡേൺ ടെക്നോളജി ജനറേറ്ററുകൾ ഇവിടെ സ്ഥാപിച്ചാൽ അതേ അളവ് വെള്ളം ഉപയോഗിച്ച് തന്നെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചെറുകിട ജലവൈദ്യുതി പദ്ധതികൾ സ്മോൾ ഹൈഡ്രോ പ്രോജക്ട്സ്. വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളോ പുനരധിവാസങ്ങളോ ഉണ്ടാക്കാത്ത 25 മെഗാവാട്ടിൽ താഴെയുള്ള ചെറുകിട ജലവൈദ്യുതി പദ്ധതികൾ നമ്മുടെ പുഴകളിലും നദികളിലും വ്യാപകമായി സ്ഥാപിക്കുക. വലിയ ഡാമുകളെ അപേക്ഷിച്ച് ഇവ വേഗത്തിലും കുറഞ്ഞ ചിലവിലും നിർമ്മിക്കാം. ഉപസംഹാരം: കേരളത്തിന് കൽക്കരി ഇല്ല എന്നത് ഒരു പോരായ്മയല്ല. എന്നാൽ പ്രകൃതി തന്ന വിഭവങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സോളാർ പ്ലസ് പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ എന്ന ആധുനിക കോമ്പിനേഷനിലേക്ക് കേരള ഗവൺമെന്റ് ഒരു വലിയ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ പുറത്തുനിന്നുള്ള ഭീമമായ കടമെടുപ്പ് അവസാനിപ്പിച്ച് വൈദ്യുതി രംഗത്ത് കേരളത്തിന് പൂർണ്ണ സ്വയംപര്യാപ്തത നേടാനാകും.